herumexperimentiert in differentes reality. Sí, Now they're coming in from the right flank. Good sharp throw in again. Of this match, and it'll be a big moment for them in the competition. They now have an edge. Sort of one thing which Kerala Police have done extremely well is they've created those combinations really well. They've created those triangles in their aggressive third extremely well, just catching the Kerala Blasters team off guard. And it's a defending from Shahbaz Ahmed of Kerala Police. Does well. Now they're building things up slowly and steadily, picking themselves up. They're back against the walls at the moment, Kerala Blasters. But on countless times we've seen them stage a comeback. If they lose this game, this will be another loss. I think the flag just went up. It's a possession and to shift. So less than 20 minutes remaining in this game, and Kerala Police at the moment with their comes the delivery again. Racing that we can see from Kerala Police, and one of the reasons why they have not lost a lot of matches, they've just lost that one game, is because of their strong and resolute defensive forces. Right throughout the tournament, we've seen even in the previous game against Wayanad. തീർച്ചയായും ശിക്ഷ കൊടുക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പോസിബിളി അത് നോയിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് നേരത്തെ പ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് അയൻ ഭട്ടാചാര്യ നല്ല കളക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, റിസപ്ഷൻ, ബ്രേക്ക് അവേ മൂവ്മെന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇൻസൈഡിലേക്ക് പോകുന്ന ഒരു പിടിക്കാൻ ശ്രമം നടക്കും. ഗോൾ വഴിയുള്ള PSG കേരളം ഒരു ഗോൾ തിരിച്ചടിച്ചെങ്കിലും ഇനീഷ്യൽ സ്റ്റേജുകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രഷർ കൊടുക്കുക. അവർ കിക്ക് ഓഫിന് ശേഷം 25 സെക്കൻഡുകൾ മാത്രമേ എടുത്തുള്ളൂ എബിൻദാസിന്റെ ആദ്യ ഗോളിലേക്ക്. അത്ര മികച്ച രീതിയിൽ അവർ അറ്റാക്ക് ചെയ്തു. അവർ അത്ര മികച്ച രീതിയിൽ തന്നെ പ്രഷർ കൊടുത്തു. ഇത് തന്നെയാണ് ഇനീഷ്യൽ സ്റ്റേജുകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രഷർ കൊടുക്കുക. അവർ കിക്ക് ഓഫിന് ശേഷം 25 സെക്കൻഡിലാണ് മത്സരത്തിന്റെ ആദ്യ ഗോൾ വരുന്നത്. 25 സെക്കൻഡിൽ, വെറും 25 സെക്കൻഡിൽ ടീമുകൾക്ക് തുല്യത പാലിക്കാൻ കഴിയുന്നുണ്ട്. സോ മികച്ച മത്സരം തന്നെയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മികച്ചമാണ്. സാഹിലിലേക്ക് രീതിയിൽ കളിക്കാൻ കഴിയുന്നുണ്ട്, തുല്യത പാലിക്കാൻ കഴിയുന്നുണ്ട്. എല്ലാ മേഖലകളിലും തുല്യത പാലിക്കുകയാണ്. ഫ്ലിക്കിങ്ങിന്റെ കാര്യത്തിലായിരുന്നാലും, ബോൾ പൊസിഷന്റെ കാര്യത്തിലായിരുന്നാലും, കോർണറിന്റെ കാര്യത്തിലായിരുന്നാലും, അറ്റാക്കിന്റെ കാര്യത്തിലായിരുന്നാലും തുല്യത പാലിക്കാൻ കഴിഞ്ഞ ഒരു മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് വയനാട് യുണൈറ്റഡ് മത്സരം. വീണ്ടും പന്തുമായി മുന്നോട്ട് പോകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നല്ല ചാർജിങ് അവിടെ നടത്തുന്നുണ്ട്. ഗോൾഡൻ ത്രെഡ്സ് എഫ് സിയുടെ ജേക്കബ് അഡ്വാൻറ്റേജ് ബോളാണ് റഫറി നൽകിയിരിക്കുന്നതും. വീണ്ടും ജേഴ്സി നമ്പർ 50 മികച്ച അറ്റാക്ക് നടത്താൻ ആ ഒരു താരത്തിന് കഴിഞ്ഞിരുന്നു. വീണ്ടും വയനാട് യുണൈറ്റഡിന്റെ ഏറ്റവും വിശ്വാസമായി മാറിയിരിക്കുകയാണ്. നല്ലൊരു മുന്നേറ്റം നടത്താൻ ഒരു ശ്രമമുണ്ട് അവിടെ. നമ്പർ 57 വീണ്ടും വിമാൻ ട്രിപ്പിൾ ചെയ്ത് മുന്നേറാനുള്ള ഒരു ശ്രമം അവിടെ നടത്തുകയാണ്. സാഹിലിലേക്ക് സാഹിൽ അത് വേഗം പിടിച്ചെടുത്തുകൊണ്ട് മുന്നേറാനുള്ള ശ്രമം ജസീമിന്റെ ഭാഗത്ത്. വീണ്ടും ജസീമിലേക്ക് ജസീമിന്റെ ഡയഗണൽ പാസ് സാഹിലിലേക്കാണ് എത്തിച്ചേർന്നത്. സാഹിൽ ബാക്ക് പാസ് ആണ് വിമാനിലേക്ക്. തമറിൽ നിന്നും ഷെറിൽ നിന്നും ജഗന്നാഥ്. സോ ഈ രണ്ട് താരങ്ങളും ഓരോ സെൽഫ് ഗോൾ വീതം നേടിയിട്ടുണ്ട് ഈ ഒരു മത്സരത്തിലാവും. ഷെറിനും ജഗന്നാഥും ആൻഡ് എത്തുന്നുണ്ട്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവസാന ചാൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ. ഗോൾ നേടിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പരാജയപ്പെടുത്തിയത്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുന്നേറ്റമാണ് മത്സരത്തിന്റെ തുടക്കത്തിൽ. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുന്നേറ്റം നമ്പർ 57 നേരത്തെ 2 പോയിന്റ്
ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഗോൾ പരമാവധി കയ്യിൽ വെച്ച് സമയം പരമാവധി കളിക്കുക. ഇനി 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. 3 ഗോളിൻ്റെ വ്യക്തമായ ലീഡുണ്ട്. ക്ലിപ്പ് ചെയ്തു. പക്ഷേ ഇവൻ ആ ഒരു ബാലൻസ് തെറ്റാതെ നേരെ അകത്തേക്ക് പോകാനുള്ള ശ്രമത്തിനിടയിലാണ്. വളരെ ഫാസ്റ്റായി തന്നെ ഫ്രീ കിക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. സാഹിൽ ഗോളുമായി സാഹിൽ വീണ്ടും അകത്തേക്ക് കട്ട് ചെയ്ത് നല്ലൊരു ഡെലിവറിയാണ് കൊടുക്കുന്നത് മലയമിന്റെ കയ്യിലേക്ക്. ഓൾമോസ്റ്റ് വ്യക്തമാണ് എന്ന് പറയാം. 12 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റുകൾ മാത്രമുള്ള ജോസഫ് പോളീസ് ദേവഗിരി. മടങ്ങി വരാൻ എന്തായാലും വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുന്നേറ്റമാണ്. നല്ലൊരു ഡെലിവറി ഇത്തവണ മലയമിന്റെ കയ്യിൽ ബോൾ എത്തിച്ചേരുന്നു. അവിടെ കൃത്യമായി സപ്പോർട്ട് ജാസിമുണ്ട്. അദ്ദേഹത്തിനൊപ്പം സാഹിൽ കൂടി ചേരുന്നു. ഒരേപോലെ കോർണർ കിക്ക്, ഒരേപോലെ സ്കോർ രണ്ടാം പകുതിയിലും അതുപോലെ തന്നെ ഒരേപോലെ സ്കോറും ഒരേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻസും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ തുല്യത നിറഞ്ഞ മത്സരം തന്നെയാണ്. സപ്ലൈകൾ വരുന്നുണ്ട് ഡിഫൻഡറിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ ഡിഫൻഡേഴ്സ് ആ സപ്ലൈ നൽകുന്നെങ്കിലും കൃത്യമായി തന്നെ ബ്ലോക്ക് ചെയ്യാനും മറ്റ് സൈഡിലെ ഡിഫൻഡേഴ്സിന് കഴിയുന്നുണ്ട്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുന്നേറ്റം. സ്വന്തമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു ഗോൾ കൂടെ നേടിക്കൊണ്ട് വിജയ വഴി മാറുകയാണ്. കൃത്യമായ ബ്ലോക്കിങ്ങും അവിടെ നൽകുന്നുണ്ട്. വീണ്ടും വിവാനിൽ നിന്നും മലയമിലേക്ക് എനിക്ക് തോന്നുന്നു ജേഴ്സി നമ്പർ 57 സാഹിലാന്ന് തോന്നുന്നു. സാഹിലിലേക്ക് കാണാൻ കഴിഞ്ഞത്. വീണ്ടും വയനാട് യുണൈറ്റഡിന്റെ മുന്നേറ്റം. സ്വന്തമായി വയനാട് യുണൈറ്റഡ് റമിത്തിലേക്ക് വീണ്ടും ഒരു ക്രോസ് നൽകാനുള്ള ശ്രമമാണ്. എല്ലാത്ത ഒരു ഗോളിന്റെ വിജയം സ്വന്തമാക്കിയ ടീം കൂടെയാണ്. വീണ്ടും വയനാട് യുണൈറ്റഡിന്റെ മുന്നേറ്റം. ടാക്ടിക്കലായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്താനുള്ള ശ്രമമാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നടന്നത്. പക്ഷെ പന്ത് ടച്ച് ലൈൻ കഴിഞ്ഞ് പോയിരിക്കുകയാണ്. നോക്കുക, ഒന്ന് കട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ാണ് എടുക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്. ചെയ്യുകയാണ്. ഇരു ടീമുകൾ പെനാൽറ്റി ഏരിയകളിൽ ബോൾ വെക്കാനോ അല്ലെങ്കിൽ പാസിംഗ് നടത്താനോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ക്ലിയറൻസ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നിൽ ലോങ് ബോൾ വരികയാണ്. 100 ഫുട്ബോൾ ഗ്രൗണ്ടിൽ കേരള യൂത്ത് ലീഗും കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്നത് ഒരുപാട് ടീമുകൾ ഈ ഒരു ലീഗിൽ മാറ്റി വയ്ക്കുന്നുണ്ട്. പുറകിലോട്ട് ഇറങ്ങി വന്നാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം വയനാട് യുണൈറ്റഡ് മികച്ച രീതിയിൽ അറ്റാക്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിനെ തടയാനുള്ള ഒഴിവാക്കുകയാണ്. വന്ന പോലെ തന്നെ ബോൾ തിരിച്ചും പോവുകയാണ്. സോ വയനാട് യുണൈറ്റഡിന്റെ സിരി എബ്രഹാം നല്ലൊരു മടക്കം അവിടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപകടം ഒഴിവാക്കുന്നുണ്ട്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുന്നേറ്റം. നല്ലൊരു ഡെലിവറി, ഹെഡർ ക്ലിയറൻസ്. മടങ്ങി വരാം. മുന്നേറ്റമായി വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ആണ്. പക്ഷേ കൃത്യമായി ഡിഫൻസീവ് ലൈൻ അതിനെ തടയണം. ഡിഫൻസ് കൂടി പരിഗണിക്കുമ്പോൾ ബോളുമായി നേരെ മറുപുറത്തേക്കുള്ള നല്ലൊരു അറ്റാക്കിനുള്ള ശ്രമം മനസ്സിലായി. ഫോർവേഡ് ലൈനിലേക്ക് വീണ്ടും നല്ലൊരു ഡെലിവറിയാണ്. സാഹിൽ ഇൻസൈഡിലേക്ക്. ഓ വൺസ് അഗൈൻ പറയാൻ കഴിയുക. അടിച്ച ബോള് തിരികെ വഴങ്ങാനുള്ള ഇവരുടെ സാഹചര്യങ്ങളും പ്രസ്റ്റീജിയസ് ടൂർണമെന്റ്സ് ഹോസ്റ്റ് ചെയ്ത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിലൊന്ന് ക്ലിയറൻസ് കൺവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ തട്ടിവിടാൻ അൺഫോർച്ചുനേറ്റ്ലി മലയമിന് കഴിയുന്നില്ല. ഇതിന്റെ റിഫ്ലക്സ് കാര്യമായി വരുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ വലിയ പ്രയാസമില്ലാതെ അവർ മുന്നേറ്റം അവിടെ അവസാനിച്ചു. Loose pass, it's cut off by Sahil and he finds the pass on the right hand side. Very well pinched forward and Koru can break here. Kerala Blasters have got players in support. Can he pick his head up, finds the pass on the right hand side, looks to chop in on his left, still keeping possession.
Great reverse pass. Here's Ebin Das. A good save on the rebound. It's over. ഷാദ് KFDC താരം കൂടിയായിരുന്നു. ഷാദ് ആൻഡ് ജഗന്നാഥിൽ നിന്ന് നേരെ സാഹിലിലേക്ക്, സാഹിൽ മൈതാനത്തിന്റെ മധ്യഭാഗത്തേക്ക് താരങ്ങളാണ് കേരള ഫുട്ബോളിൽ ലൈവായി കളിച്ചുകൊണ്ടിരിക്കുന്നത്. എമിൻ ദാസ് ഇടപെടുകയാണ്. ഇവരിൽ നിന്നും സിദ്ധാർത്ഥിലേക്ക്, സിദ്ധാർത്ഥ് അവിടെ നിന്ന് നേരെ മലയമിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. നല്ലൊരു പാസിംഗ് ഓപ്ഷൻ. ബെറ്റർ ക്ലിയറൻസ് ചെയ്ത് അവിടെ മാറ്റുകയാണെങ്കിൽ ഒരു താഴ്ത്തിയിരിക്കും പുറത്തു നിന്ന് ഒരു ഷോട്ട് എടുക്കാനുള്ള ശ്രമം നമുക്കവിടെ കാണാമായിരുന്നു. അത് ടച്ച് ലൈനിലൂടെ പുറത്തേക്ക് പോകാതെ പന്തിൽ കീപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഫുട്ബോൾ അവിടെ കളിക്കുക. നേരെ വിവാനിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുന്നേറ്റമാണ്. Back underway. Need to wait till he can come back onto the pitch. Pass in between the centre backs. Pojo showing here Skoru. Keeper, it's a very underrated aspect. Oh, it's very good defending. Just nips in front, shows great strength. Blasters win the ball back. Cancel, John.